ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് ചെയ്ത കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായി നിങ്ങൾക്ക് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിറിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? എന്താണ് സിറിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? അഹമ്മദ് അൽ ഷരയാണ്. അഹമ്മദ് അൽ ഷര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിനാണ്. അപ്പം എന്താണ് നിഹാൽ സരിനാണ് 2025 താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള കേരള സർക്കാരിൻ്റെ സൈബർ സുരക്ഷാ പദ്ധതി ഏതാണ്? കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻ. എന്താണ് കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാനാണ് സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സൈബർ സുരക്ഷാ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? എന്താണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? എം ലീലാവതിയാണ്. അപ്പം എന്താണ് എം ലീലാവതിയാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഏതാണ്? അപ്പം എന്താണ് 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഏതാണ്? ക്രിക്കറ്റാണ്. ഓക്കെ, ക്രിക്കറ്റാണ്. ദെൻ ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസികാരോഗ്യം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷകർത്താക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ്. എന്താണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷകർത്താക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? എന്താണ് 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? മസാക്കി കഷിവാരയാണ്. മസാക്കി കഷിവാര. സോ എന്താണ് ആബേൽ സമ്മാനം എന്ന് പറയുന്നത്? ആബേൽ സമ്മാനം എന്ന് പറയുന്നത് നോർവേ രാജാവ് വർഷം തോറും ഒന്നോ അതിലധികമോ മികച്ച ഗണിതശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. എന്താണ് നോർവേ രാജാവ് വർഷം തോറും ഒന്നോ അതിലധികമോ മികച്ച ഗണിതശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ആബേൽ സമ്മാനം എന്ന് പറയുന്നത്. ഇത് നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ആബേലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇത് നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ആബേലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ നോബൽ സമ്മാനങ്ങളുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നോബൽ സമ്മാനങ്ങളുടെ മാതൃകയിലാണ് ആബേൽ സമ്മാനവും നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് ഗണിതശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമായിട്ടും എന്ത് കണക്കാക്കപ്പെടുന്നുണ്ട്? ആബേൽ സമ്മാനം കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ആബേൽ സമ്മാനം എന്ന് പറയുന്നത്? നോർവേ രാജാവ് വർഷം തോറും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ മികച്ച ഗണിതശാസ്ത്രജ്ഞർക്ക് നൽകുന്ന സമ്മാനമാണ് ആബേൽ സമ്മാനം എന്ന് പറയുന്നത്. ഇത് നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ആബേലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ നോബൽ സമ്മാനങ്ങളുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് ഗണിതശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് ആബേൽ സമ്മാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർക്കാണ് കിട്ടിയത്? മസാക്കി കഷിവാരയ്ക്കാണ്. മസാക്കി കഷിവാര എന്ന് പറഞ്ഞ ആരാണ്? ഇദ്ദേഹം ഒരു ജാപ്പനീസ് മാത്തമാറ്റീഷ്യനാണ്. ഓക്കെ, ഒരു ജാപ്പനീസ് മാത്തമാറ്റീഷ്യനാണ് മസാക്കി കഷിവാര എന്ന് പറയുന്നത്. ഇദ്ദേഹം ക്യോട്ടോ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ പ്രൊഫസറാണ്. അപ്പം എന്താണ് KUIAS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യോട്ടോ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ പ്രൊഫസറാണ് ആരെന്ന് പറയുന്നത്? മസാക്കി കഷിവാര എന്ന് പറയുന്നത്. അപ്പോൾ സോ ക്വസ്റ്റ്യൻ എന്താണ്? 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? മസാക്കി കഷിവാരയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ലൈറ്റ് കോംപ്ലക്സ് ഹെലികോപ്റ്റർ ഏതാണ്? പ്രജണ്ട്. ഇപ്പം എന്താണ് പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ലൈറ്റ് കോംപ്ലക്സ് ഹെലികോപ്റ്റർ ഏതാണ്? പ്രജണ്ടാണ്. അതുപോലെ 2026-27 അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്? 6 വയസ്സ്. ഇപ്പം എന്താണ് 2026-27 അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്? 6 വയസ്സാണെന്ന് ഓർത്തിരിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? നാലുചിറ പാലത്തിലാണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം നിലവിൽ വന്നത് നാലുചിറ പാലത്തിലാണ്. അടുത്തത്, 2025 ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ദലൈലാമയ്ക്കാണ്. എന്താണ്? 2025 ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ദലൈലാമയ്ക്കാണ്. അതുപോലെ 2025 മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല് പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യണമെന്നാണ്? 40%. എന്താണ്? 2025 മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല് പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യണമെന്നാണ് പറയുന്നത്? 40%. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹിന്ദി ഭാഷയിൽ കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. എന്താണ്? ഹിന്ദി ഭാഷയിൽ കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ഇന്ത്യ സന്ദർശിക്കുന്ന ചിലി പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്കാണ്. അപ്പോൾ എന്താണ്? ഗബ്രിയേൽ ബോറിക്കാണ് 2025 ഇന്ത്യ സന്ദർശിക്കുന്ന ചിലി പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ, ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഏതാണ്? എന്താണ്? ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. എന്താണ്? 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ദെൻ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? മുണ്ടയ്ക്കലിലാണ്. എവിടെയാണ്? മുണ്ടയ്ക്കലിൽ. എന്താണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? മുണ്ടയ്ക്കലിലാണ്. അതുപോലെ 2025 മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ വേതനങ്ങളെന്ന് നോക്കാം. എന്താണ്? 2025 മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ വേതനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ എത്രയാണ്? 369 രൂപയാണ്. കേരളത്തിൽ അത് 369 രൂപയാണ്. അതിൽ 23 രൂപ വർദ്ധിപ്പിച്ചിട്ടാണ് 369 രൂപയായത്. അപ്പം എന്താണ്? 2025 മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ വേതനം കേരളത്തിൽ 369 രൂപയായിട്ടുണ്ട്. 23 രൂപയാണ് ഇവിടെ വർദ്ധിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്നത് ആർക്കാണ്? ഹരിയാനയ്ക്കാണ്. 400 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണ്. 400 രൂപയാണ്. അതുപോലെ ഏറ്റവും കുറവ് ആർക്കാണ് കിട്ടുന്നത്? അരുണാചൽ പ്രദേശിനും നാഗാലാൻഡിനുമാണ് ഏറ്റവും കുറവ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം കിട്ടുന്നത്. എത്രയാണ്? 241 രൂപയാണ്. 241 രൂപ. കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദീപ്തി. എന്താണ്? കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദീപ്തി എന്ന പേരിലാണ്. അപ്പോൾ ദീപ്തി എന്ന പേരിലാണ് കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച രോഗപ്രവചന ഡിജിറ്റൽ സംവിധാനം ഏതാണ്? എപ്പിഫോമാണ്. എന്താണ്? എപ്പിഫോമാണ് 2025 മാർച്ചിൽ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച രോഗപ്രവചന ഡിജിറ്റൽ സംവിധാനം. നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ റിക്ടർ സ്കെയിലിൽ 7.7 അതേപോലെ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ നാശം വിതച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമറും തായ്ലൻഡുമാണ്. അപ്പോൾ എന്താണ്? 2025 മാർച്ചിൽ റിക്ടർ സ്കെയിലിൽ 7.7 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ നാശം വിതച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമറും തായ്ലൻഡുമാണ്. 2025 ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ 1 100 മീറ്റർ ദേശീയ റെക്കോർഡ് നേടിയതാരാണ്? ഗുരീന്ദർ വീർ സിംഗ് ആണ്. എന്താണ്? 2025 ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ 1 100 മീറ്റർ ദേശീയ റെക്കോർഡ് നേടിയതാരാണ്? ഗുരീന്ദർ വീർ സിംഗ് ആണ്. നെക്സ്റ്റ് വൺ, മ്യാൻമറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മയാണ്. എന്താണ്? മ്യാൻമറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. നെക്സ്റ്റ് വൺ, കരാറുകാരുടെയും സപ്ലയർമാരുടെയും ബില്ലുകൾ മാറി ബിൽ തുക ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം ഏതാണ്? കെഫ്റ്റ് ആണ്. അപ്പോൾ എന്താണ്? കരാറുകാരുടെയും സപ്ലയർമാരുടെയും ബില്ലുകൾ മാറി ബിൽ തുക ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം ഏതാണ്? കെഫ്റ്റ് ആണ്. കെഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള സ്മാർട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. എന്താണ്? കേരള സ്മാർട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ളതാണ് കെഫ്റ്റിൻ്റെ ഫുൾ ഫോം. ഇതെന്താണ്? കരാറുകാരുടെയും സപ്ലയർമാരുടെയും ബില്ലുകൾ മാറി ബിൽ തുക ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിജിറ്റൽ വിള സർവേ അല്ലെങ്കിൽ DCS
സംവിധാനം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ്. എന്താണ്? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ് ഡിജിറ്റൽ വിള സർവേ അല്ലെങ്കിൽ DCS സംവിധാനം ആരംഭിച്ച മന്ത്രാലയം. നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ്. എന്താണ്? പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര. നെക്സ്റ്റ് വൺ, GSAT-18 ഏത് തരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹമാണ്. അപ്പം എന്താണ്? GSAT-18 എന്നുള്ളത് ഏത് തരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PM വാനി സ്കീം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കും? എന്താണ്? PM വാനി സ്കീം ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻ്റർനെറ്റ് സേവനങ്ങളുമായിട്ടാണ്. അപ്പോൾ എന്താണ്? ഇൻ്റർനെറ്റ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്കീം ഏതാണ്? PM വാനി സ്കീമാണ്. അതുപോലെ ഒഡീഷയിലെ സിമിലിപാൽ ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി ഏതാണ്? എന്താണ്? ഒഡീഷയിലെ സിമിലിപാൽ ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി ഏതാണ്? സിംഗിബർ ജഗന്നാഥി സാഹു. ഒന്നെന്താണ്? സിംഗിബർ ജഗന്നാഥി സാഹുവും പിന്നെ പ്രിയദർശിനിയും. ഏതൊക്കെയാണ്? സിംഗിബർ ജഗന്നാഥി സാഹുവും പ്രിയദർശിനിയുമാണ് ഒഡീഷയിലെ സിമിലിപാൽ ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട് മാതൃക ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം നടന്നത് എന്നാണ്? 2025 മാർച്ച് 27-നാണ്. എന്താണ്? വയനാട് മാതൃക ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം നടന്നത് എന്നാണ്? 2025 മാർച്ച് 27-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ്? അമേരിക്കയിലാണ്. എന്താണ്? 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏതാണ്? എന്താണ്? രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏതാണ്? ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ്. ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. നെക്സ്റ്റ് വൺ, പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. എന്താണ്? പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് ടീം ഏതാണ്? ഗാനറ്റ്സ് ആണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് ടീം ഏതാണ്? ഗാനറ്റ്സ് ആണ്. 2025 സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുനിൽ കുമാർ നേടിയ മെഡൽ ഏതാണ്? വെങ്കലമാണ്. എന്താണ്? 2025 സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുനിൽ കുമാർ നേടിയ മെഡൽ ഏതാണ്? വെങ്കലമാണ്. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് വൺ, അന്തരിച്ച ഡോക്ടർ K രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണമാണ്. എന്താണ്? അന്തരിച്ച ഡോക്ടർ K രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭാഷാ ഗവേഷണവുമായിട്ടാണ്. നെക്സ്റ്റ് വൺ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? എന്താണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. എന്താണ്? കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്നുള്ളതാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ILO യുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡേറ്റ പൂളിംഗ് എക്സർസൈസ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? തൊഴിൽ മന്ത്രാലയമാണ്. അപ്പം എന്താണ്? ILOയുമായിട്ട് ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡേറ്റ പൂളിംഗ് എക്സർസൈസ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? തൊഴിൽ മന്ത്രാലയമാണ്. നെക്സ്റ്റ് വൺ, പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് ഏതാണ്? കേരളമാണ്. എന്താണ്? പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണ്? എന്താണ്? കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണ്? എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? ജോസ് ചാക്കോ പെരിയപുരം. എന്താണ്? ജോസ് ചാക്കോ പെരിയപുരത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് 2025 ഇദ്ദേഹത്തിന് പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ പോകുന്ന ജില്ലാ ആശുപത്രി ഏതാണ്? എന്താണ്? രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ പോകുന്ന ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസ് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസ് ഏതാണ്? മലപ്പുറത്തുള്ള ഏറനാടാണ്. എന്താണ്? മലപ്പുറത്തുള്ള ഏറനാടാണ് രാജ്യത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള താലൂക്ക് ഓഫീസ്. ഓക്കെ, ഇവിടെ നമ്മൾ ജോസ് ചാക്കോ പെരിയപുരത്തിന് 2025 പത്മഭൂഷൺ ലഭിച്ച കാര്യം പറഞ്ഞു. സോ അതുപോലെ പത്മശ്രീ പിന്നെ മറ്റ് അവാർഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ കയറി കാണും.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്ത് ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തത് ഏത് കാർഷിക കോളേജിലാണ്? എന്താണ്? രാജ്യത്ത് ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തത് ഏത് കാർഷിക കോളേജിലാണ്? കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന വെള്ളായണിക്കര കാർഷിക കോളേജാണ്. തൃശ്ശൂരിലുള്ള വെള്ളായണി കാർഷിക കോളേജ് ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന വെള്ളായണിക്കര കാർഷിക കോളേജ്, തൃശ്ശൂരുള്ള വെള്ളായണിക്കര കാർഷിക കോളേജിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഒരു ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വർണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തനാണ്. സ്വർണ്ണ എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറത്തിലുള്ളൊരു തണ്ണിമത്തനാണ്. പിന്നീടുള്ളത് ഷോണിമ എന്ന് പറയുന്നത് ഇളം ചുവപ്പ് നിറത്തിലുള്ള തണ്ണിമത്തനാണ്. എന്താണ്? സ്വർണ്ണ എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തനും ഷോണിമ എന്ന് പറയുന്നത് ഇളം ചുവപ്പ് നിറത്തിലുള്ള തണ്ണിമത്തനുമാണ്. അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന വെള്ളായണിക്കര കാർഷിക കോളേജ്, തൃശ്ശൂരിലുള്ള വെള്ളായണിക്കര കാർഷിക കോളേജ് എന്ത് ചെയ്തു? ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാനാജി ദേശ്മുഖിന്റെ 15ാമത് ചരമവാർഷികം ആഘോഷിച്ചത് എവിടെയാണ്? എന്താണ്? ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാനാജി ദേശ്മുഖിന്റെ 15ാമത് ചരമവാർഷികം ആഘോഷിച്ചത് എവിടെയാണ്? മധ്യപ്രദേശിലെ ചിത്രകൂടിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലെ ചിത്രകൂടിലാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാനാജി ദേശ്മുഖിന്റെ 15ാമത് ചരമവാർഷികം ആഘോഷിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുജനാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള 9ാമത് ദേശീയ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. എന്താണ്? പൊതുജനാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള 9ാമത് ദേശീയ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ 2025 മൂന്നാമത്തെ സാബ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ അതാണ് 2025 മൂന്നാമത്തെ സാബ, അതായത് SABA വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ഇൻഡോറാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ഇൻഡോറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ 6 ഗതിശക്തി കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ്? ആസാമിലാണ്. എന്താണ്? കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ 6 ഗതിശക്തി കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ്? അസമിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന് പറഞ്ഞ് എന്നാണ് ആചരിക്കുന്നത്? മാർച്ച് 3-നാണ്. അപ്പം എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 3-നാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യമായി PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നും ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ മാർച്ച് 3-ന് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2024-ലെയും 2025-ലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും അതിൻ്റെ തീംസും ഈ ചാനലിൽ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവർ കയറി കാണുക. ഓക്കെ, വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനായി ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? രാജ്യത്ത് ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനായി ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായി വീണ്ടും നിയമിക്കപ്പെട്ടത് ആരാണ്? G. ശശിധരനാണ്. അപ്പം എന്താണ്? G. ശശിധരനാണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായി വീണ്ടും നിയമിക്കപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ പ്രദേശം ഏതാണ്? പാലക്കാടാണ്. എന്താണ്? 2025 ഫെബ്രുവരിയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ പ്രദേശം ഏതാണ്? പാലക്കാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ റീയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഗാരൻസ് ആണ്. അപ്പം എന്താണ്? 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ റീയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഗാരൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി, എന്താണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. അപ്പോൾ 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭ. റണ്ണറപ്പ് ആരാണ്? കേരളയാണ് അതിൻ്റെ റണ്ണറപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവ പര്യവേഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻഡ്യൂറ്റീവ് മെഷീൻസ് വിക്ഷേപിച്ച
ചാന്ദ്ര ലാൻഡർ ഏതാണ്? അഥീനയാണ്. അപ്പം എന്താണ്? നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവ പര്യവേഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡർ ഏതാണ്? അഥീനയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആമസോൺ കമ്പനി അവതരിപ്പിച്ച ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ്? ഒസലോട്ടാണ്. അപ്പം എന്താണ്? ഒസലോട്ടാണ് ആമസോൺ കമ്പനി അവതരിപ്പിച്ച ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ്. നെക്സ്റ്റ് വൺ. ചന്ദ്രനിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് ആണ്. അപ്പം എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് ആണ്. അപ്പോൾ ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെതാണിത്. എന്താണ് ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത്? ഏതിൻ്റെയാണ്? ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെതാണ് ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്ന സ്വകാര്യ ലാൻഡർ. ഇത് എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നതെന്നും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എന്താണ്? 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാറാണ്. ആരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാർ. നെക്സ്റ്റ് വൺ. 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണ്. അപ്പം എന്താണ്? 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണ്. നെക്സ്റ്റ് വൺ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ വ്യായാമത്തിൻ്റെയും സുരക്ഷിത ആഹാരത്തിൻ്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേള ഏതാണ്? ഈറ്റ് റൈറ്റ് ആണ്. ഏതാണ്? ഈറ്റ് റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? NIT റൂർക്കേലയാണ്. എന്താണ്? പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? റൂർക്കേലെ, NIT ആണ്. നെക്സ്റ്റ് വൺ. 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയതാരാണ്? ഋത്വിക് ബോളിപാലിയും നിക്കോളാസ് ബാരിയൻഡോസുമാണ്. ആരൊക്കെയാണ്? ഋത്വിക് ബോളിപാലിയും നിക്കോളാസ് ബാരിയൻഡോസുമാണ് 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത്. നെക്സ്റ്റ് വൺ. ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ, എവിടാണ്? ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തികൾ ഏതൊക്കെയാണ്? പുതിയ ഇനം ചിലന്തികൾ. ഒന്ന് എപ്പിഡെലാക്സിയ ഫാൽസിഫോർമിസും പിന്നീട് എപ്പിഡെലാക്സിയ പാലുസ്ട്രിസും. എന്തൊക്കെയാണ്? എപ്പിഡെലാക്സിയ ഫാൽസിഫോർമിസും എപ്പിഡെലാക്സിയ പാലുസ്ട്രിസുമാണ്. എന്താണ്? എപ്പിഡെലാക്സിയ ഫാൽസിഫോർമിസും എപ്പിഡെലാക്സിയ പാലുസ്ട്രിസുമാണ് ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കണ്ടെത്തിയ പുതിയ ഇനം 2 ചിലന്തികൾ. നെക്സ്റ്റ് വൺ. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എന്താണ്? 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം. നെക്സ്റ്റ് വൺ. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ SUIT വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? എന്താണ്? സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ SUIT വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, പൂനെ. ഇതാണ് പൂനെയിലുള്ള ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോണമിക്സ് എന്ന് പറയുന്ന സെൻറ്ററാണ്, സ്ഥാപനമാണ് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ SUIT വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി ബോണ്ട് സെൻട്രൽ, എന്താണ്? ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസ് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? സെബിയാണ്. എന്താണ്? കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസ് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? സെബിയാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ട്രസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് ആരാണ്? IIT മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്നാണ്. എന്താണ്? IIT മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത്. നെക്സ്റ്റ് വൺ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ BRO ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയത്തിനാണ്. എന്താണ്? പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ BRO പ്രവർത്തിക്കുന്നത്. ഇപ്പം എന്താണ്? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ BRO ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ. നെക്സ്റ്റ് വൺ. FIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? എന്താണ്? FIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിൽ. എന്താണ്? ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് FIR രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം.
ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ്? കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബാംഗ്ലൂർ. അപ്പോൾ അതാണ് ബാംഗ്ലൂരിലുള്ള കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിലൊന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഋഷഭ് പന്താണ്. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിലൊന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ഋഷഭ് പന്താണ്. ആരാണ്? ഋഷഭ് പന്ത്. നെക്സ്റ്റ് വൺ. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം, എന്താണ് സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അപ്പം എന്താണ് 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെയാണ്? ഇതാണ് 2025 ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഡബിൾ കിരീടം നേടിയത് ആരാണ്? യുക്കി ഫാംബ്രിയും അലക്സി പോപ്പറിനുമാണ്. ആരൊക്കെയാണ്? യുക്കി ഫാംബ്രിയും അലക്സി പോപ്പറിനുമാണ് 2025 ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് കിരീടം നേടിയത്. നെക്സ്റ്റ് വൺ. 2025 മാർച്ചിൽ കേന്ദ്ര സർക്കാരിൻ്റെ നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? IRCTCയും IRFCയുമാണ്. എന്തൊക്കെയാണ്? IRCTCയും IRFCയുമാണ് 2025 മാർച്ചിൽ കേന്ദ്ര സർക്കാരിൻ്റെ നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ. നെക്സ്റ്റ് വൺ. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോർട്ട് ഏതാണ്? കേരള ഹൈക്കോർട്ടാണ്. എന്താണ്? റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോർട്ട് ഏതാണ്? കേരള ഹൈക്കോർട്ടാണ്. നെക്സ്റ്റ് വൺ. സാങ്കേതിക തകരാർ മൂലം 8ാം പരീക്ഷണം റദ്ദാക്കിയ സ്പേസ് എക്സിൻ്റെ ദൗത്യം ഏതാണ്? സ്റ്റാർഷിപ്പ്. ഇതാണ് സാങ്കേതിക തകരാർ മൂലം 8ാം പരീക്ഷണം റദ്ദാക്കിയ സ്പേസ് എക്സിൻ്റെ ദൗത്യമാണ് സ്റ്റാർഷിപ്പ്. നെക്സ്റ്റ് വൺ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ്റെ വൈസ് പ്രസിഡൻസി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ്റെ വൈസ് പ്രസിഡൻസി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ. ഇടശ്ശേരി കാറ്. എന്താണ്? ഇടശ്ശേരി കാറ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KP രാമനുണ്ണിയാണ്. അപ്പം അതാണ് KP രാമനുണ്ണിയുടെ ഒരു കൃതിയാണ് ഇടശ്ശേരി കാർ എന്ന പുസ്തകം. ഓക്കെ, നെക്സ്റ്റ് വൺ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പം എന്താണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം, എന്താണ് സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. എന്താണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. അപ്പം എന്താണ്? ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. നെക്സ്റ്റ് വൺ. കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ടെക്നോ പാർക്കിലാണ്. എന്താണ്? കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ടെക്നോ പാർക്കിലാണ്. നെക്സ്റ്റ് വൺ. ആസ്ട്ര MK3 മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം ഏതാണ്? ഗാന്ധീവ. അപ്പം എന്താണ്? ആസ്ട്ര MK3 മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം എന്താണ്? ഗാന്ധീവ. ഇന്ത്യയുടെ AI കമ്പ്യൂട്ട് പോർട്ടലും ഡേറ്റാസെറ്റ് പ്ലാറ്റ്ഫോമായ അൽകോശ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. എന്താണ്? ഇന്ത്യയുടെ AI കമ്പ്യൂട്ട് പോർട്ടലും ഡേറ്റാസെറ്റ് പ്ലാറ്റ്ഫോമായ അൽകോശ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. നെക്സ്റ്റ്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. അപ്പോൾ മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ. ഫെഡറൽ ബാങ്ക് ബ്രാൻഡ് അംബാസഡറായി ചുമതലയേറ്റതാരാണ്? വിദ്യാ ബാലനാണ്. എന്താണ്? വിദ്യാ ബാലനാണ് ഫെഡറൽ ബാങ്ക് ബ്രാൻഡ് അംബാസഡറായി ചുമതലയേറ്റത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ബോറിസ് പാസ്കിയാണ്. ആരാണ്? ബോറിസ് പാസ്കിയാണ് 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ചെസ് ചാമ്പ്യൻ. നെക്സ്റ്റ് വൺ. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ, അതായത് PMSYM യോജന ഏത് മന്ത്രാലയമാണ് നടത്തുന്നത്? തൊഴിൽ മന്ത്രാലയം. ഇതാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ PMSYM യോജന ഏത് മന്ത്രാലയമാണ് നടത്തുന്നത്? തൊഴിൽ മന്ത്രാലയം. നെക്സ്റ്റ് വൺ. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? അഞ്ജു രതി റാണ. അപ്പം എന്താണ്? രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായിട്ട് നിയമിതയായത് ആരാണ്? അഞ്ജു രതി റാണയാണ്.
ഓക്കെ, നെക്സ്റ്റ് വൺ. ISROയിലെ സയൻറ്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്നവേഷൻ ഡയറക്ടറുമായി ചുമതലയേറ്റതാരാണ്? എം ഗണേഷ് പിള്ള. അപ്പം എന്താണ്? ISROയിലെ സയൻറ്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്നവേഷൻ ഡയറക്ടറായി ചുമതലയേറ്റതാരാണ്? എം ഗണേഷ് പിള്ളയാണ്. നെക്സ്റ്റ് വൺ. റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. എന്താണ്? റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് ഏതാണ്? വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വൻ താര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിലാണ്. എന്താണ്? അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വൻ താര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ് വൺ. 2024-25 സന്ദർശക സമ്മേളനം, അതായത് വിസിറ്റേഴ്സ് കോൺഫറൻസ് 2024-25 എവിടെയാണ് സംഘടിപ്പിക്കപ്പെട്ടത്? ന്യൂഡൽഹിയിലാണ്. ഇപ്പം എന്താണ്? 2024-25 സന്ദർശക സമ്മേളനം വിസിറ്റേഴ്സ് കോൺഫറൻസ് 2024-25 എവിടെയാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് വൺ. വന്യജീവികൾക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? ജുനഗഡിലാണ്. അപ്പം എന്താണ്? ജുനഗഡിലാണ് വന്യജീവികൾക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഏതാണ്? ഓപ്പറേഷൻ ഓയിൽ. അപ്പം എന്താണ്? ഓപ്പറേഷൻ ഓയിലാണ് വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ്. നെക്സ്റ്റ് വൺ. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ആയ ആദ്യ വനിത ആരാണ്? ചിത്ര ചന്ദ്രമോഹൻ. അപ്പം എന്താണ്? സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ വനിത ആരാണ്? ചിത്ര ചന്ദ്രമോഹനാണ്. നെക്സ്റ്റ് വൺ. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി WSDS. എന്താണ്? 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി അല്ലെങ്കിൽ WSDS നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. വനിതാ രത്ന പുരസ്കാരം 2025 വനിതാ രത്ന പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡി ദേവി. ആരാണ്? ഡി ദേവി. അപ്പോൾ ഡി ദേവി എന്ന് പറയുന്ന ആരാണ്? വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നം പുറലോകത്ത് അറിയിച്ചതുൾപ്പെടെയുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തി വനിതാ കമ്മീഷൻ മുൻ അംഗമാണ്. ആരെന്ന് പറയുന്നത്? ഡി ദേവി എന്ന് പറയുന്നത്. അപ്പം എന്നാൽ ഡി ദേവി എന്ന് പറയുന്നത് എന്താണ്? ആരാണ്? വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നം പുറം ലോകത്ത് അറിയിച്ചതുൾപ്പെടെയുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തിയ വനിതാ കമ്മീഷൻ അംഗമാണ്. ആരെന്ന് പറയുന്നത്? ഡി ദേവി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കെ വാസന്തി. കെ വാസന്തി എന്താണ്? ഒരു കായിക താരമാണ്. കെ വാസന്തി എന്ന് പറയുന്നത് ഒരു കായിക താരമാണ്. നെക്സ്റ്റ് വൺ. ഷെറിൻ ഷഹാന. ആരാണ്? ഷെറിൻ ഷഹാന. ഇത് 2017 അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയായ വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഷെറിൻ ഷഹാന. അപ്പോൾ ഷെറിൻ ഷഹാന എന്ന് പറയുന്ന ആരാണ്? 2017 അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയായ വ്യക്തിയാണ് ഷെറിൻ ഷഹാന. അപ്പോൾ ഷെറിൻ ഷഹാനയ്ക്കും 2025 വനിതാ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് AN വിനയ. എന്താണ് AN വിനയ? എന്താണ്? പോലീസ് സേനയിൽ ലിംഗനീതി നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട വ്യക്തിയാണ് AN വിനയ എന്ന് പറയുന്നത്. AN വിനയ എന്താണ്? പോലീസ് സേനയിൽ ലിംഗനീതി നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട വ്യക്തിയാണ് AN വിനയ. നെക്സ്റ്റ് വൺ ആണ് ഡോക്ടർ നന്ദിനി കെ കുമാർ. ഡോക്ടർ നന്ദിനി കെ കുമാർ എന്താണ് ചെയ്തത്? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ്. അപ്പം എന്താ? ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ് ഡോക്ടർ നന്ദിനി കെ കുമാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ PK മേദിനിയാണ്. എന്താണ്? PK മേദിനിക്ക് എന്തിനാണ് കിട്ടിയത്? കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയുമായ ഒരു വ്യക്തിയാണ്. ആര്? PK മേദിനി. അപ്പോൾ PK മേദിനി ആരാണ്? കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയുമായ ഒരു വ്യക്തിയാണ് PK മേദിനി. അപ്പം ആർക്കൊക്കെയാണ് വനിതാ രത്ന പുരസ്കാരം 2025 ലഭിച്ചത്? ഒന്ന് ഡി ദേവി, പിന്നെ കെ വാസന്തി, പിന്നെ ഷെറിൻ ഷഹാന, AN വിനയ, ഡോക്ടർ നന്ദിനി കെ കുമാർ, ദെൻ PK മേദിനി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഗുജറാത്തിലാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ് വൺ. 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ അണ്ടർ-20 ചാമ്പ്യനായത് ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കിടേഷാണ്. അണ്ടർ-20 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ ആയത് ആരാണ്? ഗ്രാൻഡ്
ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വങ്കിടേഷ്. നെക്സ്റ്റ് വൺ 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ അതാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാം കിരീടമാണിത്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ മൂന്നാം കിരീടമാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് ആരാണ്? IIT മദ്രാസ് ആണ്. എന്താണ്? IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KV കുമാരനാണ്. അപ്പം എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KV കുമാരനാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനയുടെ മലയാള വിവർത്തനത്തിനാണ് ഈ അവാർഡ് കിട്ടിയത്. ആരുടെയാണ്? SL ഭൈരപ്പയുടെ കന്നഡ നോവലായ യാന, എന്താണ്? യാനയുടെ മലയാള വിവർത്തനത്തിനാണ് ആർക്ക് അവാർഡ് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരം KV കുമാരന് ലഭിച്ചത്. നെക്സ്റ്റ് വൺ, ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി ആരാണ്? ഡോക്ടർ പൂർണിമ ദേവി ബർമനാണ്. എന്താണ്? ഡോക്ടർ പൂർണിമ ദേവി ബർമനാണ് ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി. ദെൻ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 ആണ്. അപ്പോൾ അതാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. 2025 പ്രമേയം എന്താണ്? അല്ലെങ്കിൽ 2025 തീം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ്. എന്താണ് 2025 പ്രമേയം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. മാർച്ച് 2025 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ്. നെക്സ്റ്റ് വൺ, ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഡി വാട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്? എവിടെയാണ്? ആസാമിലാണ്. എന്താണ്? ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഡി വാട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചത്? എവിടെയാണ്? അസാമിലാണ് ദി വാട്ടർ എന്ന പദം പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? തിങ്കളാണ്. അപ്പോൾ തിങ്കൾ എന്ന് പറഞ്ഞ പദ്ധതിയാണ് ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി. നെക്സ്റ്റ് വൺ, ഏത് പരിപാടിയുടെ കീഴിലാണ് പശു ഔഷധി സംരംഭം ആരംഭിച്ചത്? എന്താണ്? ഏതു പരിപാടിയുടെ കീഴിലാണ് പശു ഔഷധി സംരംഭം ആരംഭിച്ചത്? ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ്, അതായത് കൺട്രോൾ പ്രോഗ്രാം LHDCP. അപ്പോൾ എന്താണ്? ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം LHDCPയുടെ കീഴിലാണ് എന്താണ്? പശു ഔഷധി സംരംഭം ആരംഭിച്ചത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. എന്താണ്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. നെക്സ്റ്റ് വൺ, വേൾഡ് ഗ്ലൂക്കോമ ഡേ എന്നാണ്? മാർച്ച് 12 മാർച്ച് 12 വേൾഡ് ഗ്ലൂക്കോമ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ, 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ ഏതാണ്? എന്താണ്? 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ. എന്താണ്? അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളാണ് 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ. നെക്സ്റ്റ് വൺ, 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ അതാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് ഇന്ത്യ. ഇത് ഇന്ത്യയുടെ മൂന്നാം കിരീടമാണ്. ഓക്കെ, ഇനി നോക്കുന്നത് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ്സ് ആർക്കൊക്കെ ലഭിച്ചു എന്നാണ്. എന്താണ്? യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺസ് അവാർഡ്സ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നിഖില വിമലിന് കലാ സാംസ്കാരികത്തിനാണ് ലഭിച്ചത്. അപ്പം നിഖില വിമലിന് കലാ സാംസ്കാരികത്തിനാണ് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടിയത്. നെക്സ്റ്റ് വൺ, സജന സജീവൻ കായിക രംഗത്തിനാണ്. അപ്പോൾ കായിക രംഗത്തിന് സജന സജീവനാണ്. അതുപോലെ വിനിൽ പോളിന് സാഹിത്യത്തിലാണ്. അപ്പോൾ സാഹിത്യത്തിൽ യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ചത് ആരാണ്? വിനിൽ പോളിനാണ്. നെക്സ്റ്റ് വൺ, എം ശ്രീവിദ്യയ്ക്ക് ലഭിച്ചത് കാർഷികത്തിനാണ്. അപ്പോൾ കാർഷികത്തിനാണ് എം ശ്രീവിദ്യയ്ക്ക് ലഭിച്ചത്. അപ്പോൾ എന്താണ്? യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ്സ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? കലാ സാംസ്കാരികത്തിന് നിഖില വിമൽ, കായിക രംഗത്തിന് സജന സജീവൻ, സാഹിത്യത്തിന് വിനിൽ പോൾ, കാർഷികത്തിന് എം ശ്രീവിദ്യയ്ക്കും. നെക്സ്റ്റ് വൺ, 2025 ആഗോള ഭീകരവാദ സൂചിക GTI റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്. എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് 2025 ആഗോള
ആഗോള ഭീകരവാദ സൂചിക അല്ലെങ്കിൽ GTA റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം. നെക്സ്റ്റ് വൺ, പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പം എന്താണ്? കർണാടകയിലാണ് പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം. നെക്സ്റ്റ് വൺ, രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? ഡോക്ടർ തോമസ് മാത്യു ആണ്. അപ്പം ഡോക്ടർ തോമസ് മാത്യു ആണ് രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? മാർക്ക് കാർണിയാണ്. എന്നാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? മാർക്ക് കാർണിയാണ്. നെക്സ്റ്റ് വൺ, 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എന്താണ്? 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച ഏതാണ്? സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള 1000 ഭ്രമണപഥ യാത്രകൾ പൂർത്തിയാക്കിയ ISROയുടെ ചെറു ഉപഗ്രഹം ഏതാണ്? പോയം 4 ആണ്. അപ്പം എന്താണ്? സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള 1000 ഭ്രമണപഥ യാത്രകൾ പൂർത്തിയാക്കിയ ISROയുടെ ചെറു ഉപഗ്രഹം ഏതാണ്? പോയം 4 ആണ്. എന്താണ്? പോയം 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ്? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ്. എവിടെയാണ്? രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1ാം സ്ഥാനത്തെത്തിയത് ആരാണ്? കേരളമാണ്. എന്താണ്? സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിര ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1ാം സ്ഥാനത്തെത്തിയത് ആരാണ്? കേരളമാണ്. നെക്സ്റ്റ് വൺ, സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് എന്താണ്? SIPRI റിപ്പോർട്ട് അനുസരിച്ച് 2020-24 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം ഏതാണ്? ഉക്രൈനാണ്. അപ്പം എന്താണ്? സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് 2020-24 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യമാണ് ഉക്രൈൻ. ആരാണ്? ഉക്രൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ ആരാണ്? സയ്യിദ് ആബിദ് അലിയാണ്. എന്താണ്? സയ്യിദ് ആബിദ് അലിയാണ് 2025 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ. ആരാണ്? സയ്യിദ് ആബിദ് അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ചിൽ തികയുന്നത്? 100ാമത്തെ വാർഷികമാണ് അല്ലേ? ഇതാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ചിൽ തികയുന്നത്? 100ാമത്തെയാണ്. നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. എന്താണ്? 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അസം. എന്താണ്? സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ്. അസം സാറ്റ് എന്നാണ് ഇതിന് പേരിടാൻ ഉദ്ദേശിക്കുന്നതാണ്. അസം സാറ്റ്. നെക്സ്റ്റ് വൺ, പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? RBI ആണ്. അപ്പം എന്താണ്? പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനമാണ് RBI. നെക്സ്റ്റ് വൺ, മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശമാണ് ന്യൂഡൽഹി. എന്താണ്? മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഏതാണ്? ന്യൂഡൽഹി. നെക്സ്റ്റ് വൺ, 2025 റുവാണ്ടൻ ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ എന്താണ്? 2025 റുവാണ്ടൻ ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് കിരീടം നേടിയതാരാണ്? സിദ്ധാന്ത് ബാന്തിയയും അലക്സാണ്ടർ ഡോൺസ്കിയുമാണ്. ആരൊക്കെയാണ്? സിദ്ധാന്ത് ബാന്തിയ, അലക്സാണ്ടർ ഡോൺസ്കി എന്നിവരാണ് 2025 റുവാണ്ടൻ ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് കിരീടം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISL ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡിന് അർഹനായത് ആരാണ്? അലാഡീൻ അജാറിയാണ്. ആരാണ്? അലാഡീൻ അജാറിയാണ് ISL ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡിന് അർഹനായത്. നെക്സ്റ്റ് വൺ, ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? JS സജു ആണ്. അപ്പം JS സജു ആണ് ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി
അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? JS സജു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? KP സുധീരയാണ്. ആരാണ്? KP സുധീരയാണ് 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ്. നെക്സ്റ്റ് വൺ, സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDX-01, SDX-02 എന്നീ പേടകങ്ങൾ വേർപെടുത്തിയത് എന്നാണ്? മാർച്ച് 13-നാണ്. 2025 മാർച്ച് 13-നാണ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDX-01, SDX-02 എന്നീ പേടകങ്ങൾ വേർപെടുത്തിയത് എന്നാണ്? 2025 മാർച്ച് 13-ന്. നെക്സ്റ്റ് വൺ, 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5-ാം സ്ഥാനമാണ്. എന്താണ്? 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. എന്തിനാണ്? 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ടിൽ. നെക്സ്റ്റ് വൺ, 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് നമുക്ക് നോക്കാം. എന്താണ് 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ? ഒന്ന്, കഥാ നോവൽ വിഭാഗത്തിൽ ആർക്കാണ് ലഭിച്ചത്? വിമിഷ് മണിയൂരിനാണ്. അപ്പം എന്താണ്? വിമിഷ് മണിയൂരിനാണ് കഥാ നോവൽ വിഭാഗത്തിന് ലഭിച്ചത്. കൃതി ഏതാണ്? ഭൂതം എന്നുള്ള കൃതിയാണ്, ഭൂതം. നെക്സ്റ്റ് വൺ, പ്രേമജ ഹരീന്ദ്രൻ. പ്രേമജ ഹരീന്ദ്രൻ ലഭിച്ചത് കവിതാ വിഭാഗത്തിനാണ്. എന്താണ്? കവിതാ വിഭാഗത്തിന് ലഭിച്ചത് പ്രേമജ ഹരീന്ദ്രനാണ്. ഏതാണ് കൃതി? പൂമാല എന്ന് പറഞ്ഞൊരു കവിതയാണ്, പൂമാല. അപ്പം എന്താണ്? 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കഥാ നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂറിന് ഭൂതം എന്ന കഥയ്ക്കാണ് കിട്ടിയത്. കവിതാ വിഭാഗത്തിന് പ്രേമജ ഹരീന്ദ്രന് പൂമാല എന്ന് പറഞ്ഞൊരു കവിതയ്ക്കുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മ്യാൻമർ അതിർത്തിക്ക് സമീപം ശക്തമായ ഒരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ LPAR വിന്യസിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പം എന്താണ്? മ്യാൻമർ അതിർത്തിക്ക് സമീപം ശക്തമായ ഒരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ LPAR വിന്യസിച്ച രാജ്യമാണ് ചൈന. യമുന നദിയിലെ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി ഏതാണ്? ഉൾനാടൻ ജലപാത അതോറിറ്റിയാണ്. എന്താണ്? ഉൾനാടൻ ജലപാത അതോറിറ്റി എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് യമുന നദിയിലെ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി. ഏതാണ്? ഉൾനാടൻ ജലപാത അതോറിറ്റി. നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം 2025 ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. എന്താണ്? പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം 2025 ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഡൽഹിയാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഡൽഹിയാണ്. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. അപ്പം എന്താണ്? മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഏതാണ്? ത്രിപുര. നെക്സ്റ്റ് വൺ, കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും. എന്താണ്? കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരാണ്? WHO ആണ്. WHO ആണ് കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നെക്സ്റ്റ് വൺ ആണ്, 2025 നടക്കുന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രീയുടെ വേദി എവിടെയാണ്? മെൽബണിലാണ്. അപ്പം മെൽബണിലാണ് 2025 നടക്കുന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രീയുടെ വേദി. നെക്സ്റ്റ് വൺ, PM യുവ പദ്ധതിയുടെ 3-ാം പതിപ്പ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. എന്താണ്? PM യുവ പദ്ധതിയുടെ 3-ാം പതിപ്പ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. നെക്സ്റ്റ് വൺ, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയ കേന്ദ്രമാണ് സ്നേഹിത. അപ്പം എന്താണ്? സ്നേഹിത എന്ന് പറയുന്നതാണ് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയ കേന്ദ്രമാണ് സ്നേഹിത. നെക്സ്റ്റ് വൺ, ലോ ലെവൽ ട്രാൻസ്പോർട്ടബിൾ റഡാർ LLTR അശ്വനി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംഘടനകൾ ഏതൊക്കെയാണ്? DRDOയും ബെൽ ആണ്. DRDOയും BEL എന്ന് പറയുന്ന ബെല്ലും ആണ് ലോ ലെവൽ ട്രാൻസ്പോർട്ടബിൾ റഡാർ അല്ലെങ്കിൽ റഡാറും LLTR അശ്വനി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംഘടനകൾ ഏതൊക്കെയാണ്? DRDOയും BELും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജരാരൊക്കെയാണ്? എന്താണ്? കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജരാരൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ആരോഗ്യ വകുപ്പിൽ കമൽ ഖേര. എന്താണ്? ആരോഗ്യ വകുപ്പിൽ കമൽ ഖേരയും വ്യവസായം ശാസ്ത്രം മേഖലയിൽ അനിത ആനന്ദുമാണ്. അപ്പം എന്താണ്? ആരോഗ്യ വകുപ്പിൽ കമൽ ഖേരയും വ്യവസായം ശാസ്ത്ര മേഖലയിൽ അനിത ആനന്ദുമാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജർ.
നെക്സ്റ്റ് വൺ 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയതാരാണ്? ലാൻഡോ നോറിസ് ആണ്. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയതാരാണ്? ലാൻഡോ നോറിസ് ആണ്. നെക്സ്റ്റ് വൺ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GIS അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ പ്രതിബിംബ് മോഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ആഭ്യന്തര മന്ത്രാലയമാണ്. അപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ പ്രതിബിംബ് മോഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയമാണ് ആഭ്യന്തര മന്ത്രാലയം. നെക്സ്റ്റ് വൺ ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗ്വാട്ടിമാലയാണ്. ഗ്വാട്ടിമാലയിലാണ് ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗ്വാട്ടിമാലയാണ്. നെക്സ്റ്റ് വൺ ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിറിയയാണ്. അപ്പം ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിറിയയാണ്. നെക്സ്റ്റ് വൺ 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹിയാണ്. അപ്പോൾ 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹിയാണ്. ദേശീയ വാക്സിനേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 16 മാർച്ച് 16 ദേശീയ വാക്സിനേഷൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നെക്സ്റ്റ് 2025 മാർച്ചിലെ കണക്ക് പ്രകാരം ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274 ആണ്. എത്രയാണ്? 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് എന്നാണ് 2025 മാർച്ചിലെ കണക്ക് പ്രകാരം ഉള്ളത്. അപ്പോൾ 2025 മാർച്ചിലെ കണക്ക് പ്രകാരം ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274 ആണ്. നെക്സ്റ്റ് വൺ ലഹരി വിപണനത്തിനെതിരെ കേരളത്തിൽ അധ്യാപകർക്കായി KSTA ആരംഭിച്ച യജ്ഞത്തിൻ്റെ പേരെന്താണ്? ടീച്ചേഴ്സ് ബ്രിഗേഡ് ആണ്. ടീച്ചേഴ്സ് ബ്രിഗേഡ്. നെക്സ്റ്റ് വൺ 2025 ആദ്യ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ബ്ലഡ് മൂൺ ദൃശ്യമായത് എന്നാണ്? 2025 മാർച്ച് 14 അപ്പം 2025 ആദ്യ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ബ്ലഡ് മൂൺ ദൃശ്യമായത് എന്നാണ്? 2025 മാർച്ച് 14 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റിൻ്റെ വേദി എവിടെയാണ്? മുംബൈയിലാണ്. അപ്പം 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റിൻ്റെ വേദിയാണ് മുംബൈ. നെക്സ്റ്റ് വൺ 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശത്തെ ഘനീഭവിച്ച് സൂപ്പർ സോളിഡാക്കി മാറ്റിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഇറ്റലിയിലെയാണ്. പ്രകാശത്തെ ഘനീഭവിച്ച് സൂപ്പർ സോളിഡാക്കി മാറ്റിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഇറ്റലിയിലെ. നെക്സ്റ്റ് ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ BVRAAM രൂപകൽപ്പന ചെയ്ത സംഘടന ഏതാണ്? DRDO ആണ്. ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ BVRAAM രൂപകൽപ്പന ചെയ്ത സംഘടനയാണ് DRDO. നെക്സ്റ്റ് വൺ ലോക ഉപഭോക്തൃ ദിനം എന്നാണ് ആചരിക്കുന്നത്? മാർച്ച് 15 മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 തീം എന്താണ്? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നാണ്. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നുള്ളതാണ് മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ 2025 തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം എത്രയാണ്? 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകത്തിൻ്റെ പേരെന്താണ്? ഡ്രാഗൺ ക്രൂ 9. ഡ്രാഗൺ ക്രൂ 9 പേടകമാണ് 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസിനെ തിരിച്ചെത്തിച്ച പേടകം ഏതാണ്? ഡ്രാഗൺ ക്രൂ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ചാമ്പ്യന്മാരായത് ആരാണ്? ഇന്ത്യയാണ്. അപ്പം 2025 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ചാമ്പ്യന്മാരായത് ആരാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ ചൈനീസ് ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ബൈഡു പുറത്തിറക്കിയ പുതിയ AI റീസണിംഗ് മോഡൽ ഏതാണ്? എർണി X1 ആണ്. എർണി X1 ആണ് ചൈനീസ് ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ബൈഡു പുറത്തിറക്കിയ പുതിയ AI റീസണിംഗ് മോഡൽ. നെക്സ്റ്റ് വൺ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷി ഗ്രാമം ഏതാണ്? കുമ്പളയാണ്. കാസർഗോട്ടിലെ കുമ്പളയാണ് കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷി ഗ്രാമം. നെക്സ്റ്റ് വൺ 2025 കബഡി വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പം 2025 കബഡി വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർവകലാശാലയുടെ 2021-2022 വർഷത്തെ ONV പുരസ്കാരത്തിന് അർഹനായതാരാണ്? MK സാനുവും M മുകുന്ദനുമാണ്. എന്താണ്? MK സാനുവും M മുകുന്ദനുമാണ് കേരള സർവകലാശാലയുടെ 2021-2022 വർഷത്തെ ONV പുരസ്കാരത്തിന് അർഹരായത്. നെക്സ്റ്റ് വൺ, രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ് വൺ, ASEAN അതായത് ഏഷ്യൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. അപ്പം എന്താണ്? ഏഷ്യൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ആരാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 വനിതാ IPL കിരീടം നേടിയതാരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. എന്താണ്? 2025 വനിതാ IPL കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. അപ്പോൾ എന്താണ്? ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് ആണ് 2025 വനിതാ IPL കിരീടം നേടിയത്. നെക്സ്റ്റ് വൺ, ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ ആരംഭിച്ച ദന്ത പരിശോധനയാണ് മുക്തി. എന്താണ്? ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ ആരംഭിച്ച ദന്ത പരിശോധനയുടെ പേരെന്താണ്? മുക്തി. എന്താണ്? മുക്തി. നെക്സ്റ്റ് വൺ, 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം എവിടെയാണ്? മേഘാലയയിലാണ്. എന്താണ്? 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം എവിടെയാണ്? മേഘാലയയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള പദ്ധതിയാണ് കുളിർമ. എന്താണ്? കുളിർമ. പദ്ധതിയുടെ പേരെന്താണ്? കുളിർമ. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള പദ്ധതിയുടെ പേരെന്താണ്? കുളിർമ. നെക്സ്റ്റ് വൺ, ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201 അതുപോലെ കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സേഴ്സ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ISRO ആണ്. എന്താണ്? ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201 കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സേഴ്സ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ISRO. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണ്? മാർച്ച് 20-നാണ്. അപ്പോൾ അതാണ് മാർച്ച് 20-നാണ് അന്താരാഷ്ട്ര സന്തോഷ ദിനം ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആലപ്പുഴയിലെ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ ഏതൊക്കെയാണ്? പുണ്യ, ആദ്യ. ഏതൊക്കെയാണ്? പുണ്യ, ആദ്യ എന്നീ 2 പുതിയ നെല്ലിനങ്ങൾ ആര് വികസിപ്പിച്ചെടുത്തു? ആലപ്പുഴയിലെ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തു. ഏതൊക്കെയാണ് ആ പുതിയ ഇനം നെല്ലുകൾ? പുണ്യയും ആദ്യയും. നെക്സ്റ്റ് വൺ, ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ആരാണ്? ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. എന്താണ്? ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. എന്താണ്? 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏതു മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. നെക്സ്റ്റ് വൺ, 2025 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം ഏതാണ്? ആകാശവാണി. ഇതാണ് 2025 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം ഏതാണ്? ആകാശവാണിയാണ്. നെക്സ്റ്റ് വൺ, ഗ്രീസിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റതാരാണ്? കോൺസ്റ്റാന്റിനോസ് ടാസിലോസ് ആണ്. എന്താണ്? കോൺസ്റ്റാന്റിനോസ് ടാസിലോസ് ആണ് ഗ്രീസിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. നെക്സ്റ്റ് വൺ, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയതാരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. എന്താണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? എന്താണ്? വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരികെ വന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രിയാണ്. ആരാണ്? സുനിൽ ഛേത്രി. നെക്സ്റ്റ് വൺ, സമയകൃത്യത പാലിക്കുന്ന റെയിൽവേ ഡിവിഷനിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശതമാനം കൈവരിച്ചതാരാണ്? പാലക്കാട് ഡിവിഷനാണ്. അപ്പോൾ അതാണ് സമയകൃത്യത പാലിക്കുന്ന റെയിൽവേ ഡിവിഷനിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശതമാനം കൈവരിച്ചത് ഏത് ഡിവിഷനാണ്? പാലക്കാട് ഡിവിഷനാണ്. നെക്സ്റ്റ് വൺ, ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6ാമത്തെ രാജ്യമാണ്. എന്താണ്? ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ.
നെക്സ്റ്റ് വൺ ബിയോണ്ട് സ്ക്രീൻസ് എന്നാണ്. ബിയോണ്ട് സ്ക്രീൻസ് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ ഡീറ്റോക്സ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പോൾ എന്താണ്? ബിയോണ്ട് സ്ക്രീൻസ് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ ഡീറ്റോക്സ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. നെക്സ്റ്റ് വൺ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ച വ്യക്തി ആരാണ്? തോമസ് ബാക്ക് ആണ്. അതാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ച വ്യക്തി ആരാണ്? തോമസ് ബാക്ക് ആണ്. നെക്സ്റ്റ് വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 21. അപ്പോൾ മാർച്ച് 21 വനദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 തീം ഏതാണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് മാർച്ച് 21. 2025 മാർച്ച് 21 വനദിനത്തിൻ്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 മാർച്ചിൽ വിടവാങ്ങിയ 2 ഒളിമ്പിക്സുകളിൽ നിന്നായി 10 മെഡലുകൾ നേടിയ പ്രശസ്ത ജാപ്പനീസ് ജിംനാസ്റ്റിക് താരം ആരാണ്? അകിനോരി നക്കയാമ. എന്താണ്? അകിനോരി നക്കയാമയാണ് 2025 മാർച്ചിൽ വിടവാങ്ങിയ 2 ഒളിമ്പിക്സുകളിൽ നിന്നായി 10 മെഡലുകൾ നേടിയ പ്രശസ്ത ജാപ്പനീസ് ജിംനാസ്റ്റിക് താരം. നെക്സ്റ്റ് വൺ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിൽ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഇതാണ് മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. നെക്സ്റ്റ് വൺ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ് വൺ 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മലമ്പുഴയാണ്. എന്താണ്? 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് മലമ്പുഴ. നെക്സ്റ്റ് വൺ എക്സർസൈസ് സീ ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അതാണ് എക്സർസൈസ് സീ ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇതാണ് രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നെക്സ്റ്റ് വൺ മുട്ടത്തറ വികലാംഗ കോളനിയിൽ 5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? തണൽ. ഏതാണ്? തണൽ. എന്താണ്? മുട്ടത്തറ വികലാംഗ കോളനിയിൽ 5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? തണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റതാരാണ്? എന്താണ്? നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റതാരാണ്? നെടുംബോ നന്ദി നടായിറ്റുവ. അപ്പം എന്താണ്? നെടുംബോ നന്ദി നടായിറ്റുവയാണ് നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത്. നെക്സ്റ്റ് വൺ 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാനാണ്. എന്താണ്? 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാനാണ്. നെക്സ്റ്റ് വൺ 2025 മാർച്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ അഗ്നിപർവ്വതത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, മൗണ്ട് ലവോട്ടോബി ലാക്കി. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഇന്ദ്രനീൽ ഭട്ടാചാര്യ. അപ്പം എന്താണ്? RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഇന്ദ്രനീൽ ഭട്ടാചാര്യ. പേരെന്താണ്? ഇന്ദ്രനീൽ ഭട്ടാചാര്യ. നെക്സ്റ്റ് വൺ ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. അപ്പം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2025 പ്രമേയം എന്താണ്? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. അപ്പം എന്താണ്? ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നുള്ളതാണ് 2025 പ്രമേയം. അപ്പോൾ മാർച്ച് 23 എന്ന് പറയുന്നത് ലോക കാലാവസ്ഥ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ മാർച്ച് 22 എന്ന് പറയുന്നത് ലോക ജലദിനമാണ്. അപ്പോൾ ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22 മാർച്ച് 23 എന്ന് പറയുന്നത് ലോക കാലാവസ്ഥ ദിനമാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA. അപ്പോൾ എന്താണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന മന്ത്രാലയം എവിടെയാണ്? ധനകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ എന്താണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന മന്ത്രാലയമാണ് ധനകാര്യ മന്ത്രാലയം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതിവർഷം ഭൂഗർഭ ജലലഭ്യത കൂടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇപ്പം എന്താണ്? പ്രതിവർഷം ഭൂഗർഭ ജലലഭ്യത കൂടിയ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. നെക്സ്റ്റ് വൺ, വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ഹരിയാനയിലാണ്. ഇപ്പം എന്താണ്? വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കണ്ണൂരിലുള്ള കണ്ണപുരമാണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂരിലെ കണ്ണപുരമാണ്. നെക്സ്റ്റ് വൺ, നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. എന്താണ്? നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാദേശികമായി നിർമ്മിച്ചതും റഷ്യൻ കരാറിലെ അവസാനത്തേതും ഗോവയിൽ നിർമ്മാണത്തിലിരുന്ന നാലാമത്തേതുമായ ക്രിവാക്ക് ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഏതാണ്? തവസ്യയാണ്. അപ്പം എന്താണ്? പ്രാദേശികമായി നിർമ്മിച്ചതും റഷ്യൻ കരാറിലെ അവസാനത്തേതും ഗോവയിൽ നിർമ്മാണത്തിലിരുന്ന നാലാമത്തേതുമായ ക്രിവാക്ക് ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് തവസ്യ. നെക്സ്റ്റ് വൺ, ഐക്യരാഷ്ട്രസഭയുടെ ലോക ജലവികസന റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? യുനെസ്കോയാണ്. അപ്പം എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ ലോക ജലവികസന റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? യുനെസ്കോയാണ്. നെക്സ്റ്റ് വൺ, ലോക തിയേറ്റർ ദിനം എന്നാണ്? മാർച്ച് 27-നാണ്. അപ്പം എന്താണ്? മാർച്ച് 27-നാണ് ലോക തിയേറ്റർ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ മാർച്ച് 24 എന്ന് പറയുന്നത് ക്ഷയദിനമാണ്. മാർച്ച് 24 എന്താണ്? ക്ഷയദിനമാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ PPP മോഡൽ ട്രിപ്പിൾ P മോഡൽ അധിഷ്ഠിത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. അപ്പം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ PPP മോഡൽ അധിഷ്ഠിത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. നെക്സ്റ്റ് വൺ, ദേശീയ വന്യജീവി ആരോഗ്യ നയം NWHP. എന്താണ്? ദേശീയ വന്യജീവി ആരോഗ്യ നയം അല്ലെങ്കിൽ NWHP ആരംഭിച്ച സംഘടന ഏതാണ്? കേന്ദ്ര മൃഗശാല അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ സൂ അതോറിറ്റിയാണ്. എന്താണ്? സെൻട്രൽ സൂ അതോറിറ്റി അല്ലെങ്കിൽ കേന്ദ്ര മൃഗശാല അതോറിറ്റിയാണ് ദേശീയ വന്യജീവി ആരോഗ്യ നയം അല്ലെങ്കിൽ NWHP ആരംഭിച്ച സംഘടന. നെക്സ്റ്റ് വൺ, രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം 2025 അർഹനായതാരാണ്? KC വേണുഗോപാലാണ്. അപ്പോൾ രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം 2025 അർഹനായത് KC വേണുഗോപാലാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി 2025 മാർച്ചിൽ നിയമിതനായതാരാണ്? അജയ് സേത്താണ്. അപ്പം എന്താണ്? ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി 2025 മാർച്ചിൽ നിയമിതനായതാരാണ്? അജയ് സേത്ത്. നെക്സ്റ്റ് വൺ, ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 സംരംഭത്തിൻ്റെ 6ാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. അപ്പം എന്താണ്? ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 സംരംഭത്തിൻ്റെ 6ാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. നെക്സ്റ്റ് വൺ, ലണ്ടനിൽ സെൻട്രൽ ബാങ്കിംഗ് നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് കരസ്ഥമാക്കിയതാരാണ്? RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പം എന്താണ്? ലണ്ടനിൽ സെൻട്രൽ ബാങ്കിംഗ് നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് കരസ്ഥമാക്കിയതാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത് IISc ആണ്. എന്താണ്? സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത് ആരാണ്? IISc. നെക്സ്റ്റ് വൺ, കവി വള്ളത്തോളിൻ്റെ ജീവിതം ആസ്പദമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവലാണ് നിർനിമേഷമായി നിൽക്ക. അപ്പം എന്താണ്? കവി വള്ളത്തോളിൻ്റെ ജീവിതം ആസ്പദമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവൽ ഏതാണ്? നിർനിമേഷമായി നിൽക്ക. നെക്സ്റ്റ് വൺ, പൂർണ്ണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇൽ ഫോഗിലിയോ. എന്താണ്? ഇൽ ഫോഗിലിയോ ആണ് പൂർണ്ണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം. നെക്സ്റ്റ് വൺ, മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ TTK പുരസ്കാരം 2025 നേടിയതാരാണ്? മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. അപ്പോൾ എന്താണ്? മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ TTK പുരസ്കാരം 2025 നേടിയത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. നെക്സ്റ്റ് വൺ, വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിന് അർഹയായ താരമാണ് പ്രിയങ്ക ഗോസ്വാമി. എന്താണ്? വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിന് അർഹയായ താരമാണ് പ്രിയങ്ക ഗോസ്വാമി. നെക്സ്റ്റ് വൺ, 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയതാരാണ്? ഗുണ്ടർ ബ്ലോസ്റ്റൽ. ആരാണ്? ഗുണ്ടർ ബ്ലോസ്റ്റൽ ആണ് 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയത്.
ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാണ്? ഇതാണ് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്. എന്താണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിലാണ് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആൽക്കീമി. ALKEYME. എന്താണ്? ആൽക്കീമി എന്നുള്ള പേരിലാണ് ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത്. അപ്പോൾ ആൽക്കീമിയുടെ ഫുൾ ഫോം എന്താണ്? ആഫ്രിക്ക ഇന്ത്യ കീ മരീടൈം എൻഗേജ്മെൻറ്റ്. ആഫ്രിക്ക ഇന്ത്യ കീ മരീടൈം എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ALKEYME അല്ലെങ്കിൽ ആൽക്കീമി എന്നതാണ് ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. എന്താണ്? വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ് വൺ, പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്ര ജീവിക. എന്താണ്? പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക. എന്താണ്? ഗോത്ര ജീവിക. നെക്സ്റ്റ് വൺ, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. അപ്പം എന്താണ്? ഇൻസ്പയർ എന്ന് പറയുന്നത് എന്താണ്? ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാൽ ഛദ്ദ. അതാണ് കൃഷ്ണലാൽ ഛദ്ദയാണ് 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി. നെക്സ്റ്റ് വൺ, 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. അപ്പം എന്താണ്? 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ, നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ നേവ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. അപ്പം എന്താണ്? നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നേവ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നെക്സ്റ്റ് വൺ, 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പം എന്താണ്? 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശമാണ് ഛത്തീസ്ഗഡ്. ഓക്കെ, ഇത്രയുമാണ് 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ കറണ്ട് അഫയേഴ്സ്. സോ ഇതിൽ നിന്നും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ തന്നെ സമയം കിട്ടുന്നതനുസരിച്ച് വീണ്ടും കേട്ടുപഠിക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.